നമുക്ക് സ്വന്തമായിട്ടൊരു വീടും സ്ഥലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമല്ലോ അവിടെ ഒരു മുരിങ്ങക്കൊമ്പ് ഒരു വേപ്പും തൈയൊക്കെ. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരു മുരിങ്ങക്കൊമ്പ് ഇങ്ങനെ വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ പോകുമ്പോൾ അതാ ഇളക്കല്ലേ, അത് ഉണങ്ങും, അത് പൊടിച്ച് വരുന്നതാണെന്നൊക്കെ ഇങ്ങനെ കുട്ടികളോട് പറയും കേട്ടോ. പക്ഷേ എത്ര വെള്ളം ഒഴിച്ചിട്ടും ആ കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോവാന്നല്ലാണ്ട് അതൊന്നും പിടിച്ചു വന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കൊമ്പുകളൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവന്നെ കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തിട്ട് അടുത്ത വീട്ടിലൊരു ഇങ്ങനെ മുരിങ്ങക്കൊമ്പ് അവരോടത്ത് വെട്ടുണ്ടായിരുന്നു. അത് വെട്ടണ കണ്ടപ്പോൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നിട്ട് അപ്പോൾ അവർ ചോദിച്ചു എന്നോട്, നിങ്ങൾക്ക് മുരിങ്ങക്കൊമ്പ് വേണോ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചാൽ പിടിക്കണമൊന്നുമില്ല, എന്നാലൊക്കെ ഒരു കൊമ്പ് തന്നോളേം പറഞ്ഞ്. അങ്ങനെ അത് മേടിച്ചിട്ട് ഞാനൊരു 2-3 ദിവസം കുഴിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ടോ. ഞാനിങ്ങനെ തുണികളൊക്കെ കഴുകാൻ പോകുമ്പോൾ ആ കൊമ്പ് ഇങ്ങനെ കാണും, എന്തപ്പോൾ വെച്ചതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവല്ലേ എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഒരു ചെറിയൊരു കുണ്ടൊക്കെ കുത്തിയിട്ട് കുഴിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാ വെള്ളം ഒഴിക്കാനോ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അതിനിടയിൽ എനിക്ക് പനി പിടിച്ചൊരു 4-5 ദിവസം കിടപ്പിലായി. അപ്പോഴും പിന്നെ ആരും ആ വഴിക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പനിയൊക്കെ മാറിയിട്ട് ചെന്ന് നോക്കുമ്പോണ്ട് ആ മുരിങ്ങക്കൊമ്പ് ഇങ്ങനെ പൊടിച്ചു വന്നിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. തീരെ ലാളിക്കും വെള്ളം ഒഴിക്കും ചെയ്യാതെ ആ മുരിങ്ങക്കൊമ്പ് പൊടിച്ചു വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ കുറേ മുരിങ്ങക്കായും മുരിങ്ങയുടെ ഇലയും ഒക്കെ ഉണ്ടായ ഒരു മുരിങ്ങ ഇട്ടത്. ഇപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലേക്ക് അതിൻ്റെ കൊമ്പൊക്കെ വളർന്ന് ശല്യമായപ്പോൾ പിന്നെ ആ കൊമ്പൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് പൂത്തിരി കത്തിച്ച പോലെ വന്ന് കേട്ടാ മുരിങ്ങടല. ആ മുരിങ്ങടല പൊട്ടിച്ചിട്ടുള്ള കറിയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും.